എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ബാംഗ്ലൂരിലെ ഒരു ഏരിയയിലെ ഒരു ആഘോഷം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നല്ല, എൻ്റെ ഏരിയയിൽ തന്നെ, അതായത് എൻ്റെ വീടിൻ്റെ ഏരിയയിൽ തന്നെ ഉള്ളതാണ്. അപ്പം ഇവിടുത്തെ അബ്ബയാണ്, അതായത് ഇവിടുത്തെ ഫെസ്റ്റാണ്. അപ്പം നമ്മുടെ സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ചാൽ ഷെട്ടിഹള്ളി എന്നാണ്. അപ്പോൾ അതായത് ബാംഗ്ലൂരിൽ നിന്നൊരു, അതായത് മജസ്റ്റിക്കിൽ നിന്നൊരു 15 കിലോമീറ്റർ യശ്വന്ത്പുരൊക്കെ കഴിഞ്ഞിട്ട് ജാലഹള്ളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഷെട്ടിഹള്ളി. അത് ശരിക്കും ജാലഹള്ളി വെസ്റ്റാണിത്. അപ്പം ഇവിടുത്തെ ഒരു അബ്ബയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തോളം ലൈറ്റ് ഇട്ടേക്കാണ്. അപ്പോൾ ലൈറ്റ് ഇട്ട് നമ്മൾ അബ്ബ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേറെ ഒന്നുമില്ല. എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിലെന്ന് വെച്ചാൽ നമുക്ക് ഒരു എക്സിബിഷനൊക്കെ പോകുന്നൊരു ഫീലാണ്. ശരിക്കും അത് കണ്ടപ്പോഴത്തേക്കെന്ന് വെച്ചാൽ കൊല്ലത്ത്, ഞാൻ ഒരു കൊല്ലംകാരനാണ്. അപ്പം കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് ഇടയ്ക്ക് എക്സിബിഷൻ വരുമായിരുന്നു. എൻ്റെ കുഞ്ഞിൽ എല്ലാ വർഷവും വരുമായിരുന്നു. അപ്പം പേരൻസ് നമ്മളെ കൊണ്ടുപോകുന്നൊരു ഫീലാണ് ശരിക്കും തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളത് നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ കാണുന്നതാണ് എൻ്റെ വീട്ടിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ഷെട്ടിഹള്ളി. ശരിക്കും ഇതാണ് ഷെട്ടിഹള്ളി ജംഗ്ഷൻ. അത് കഴിഞ്ഞിട്ട് അവിടെ അബ്ബ നടക്കുന്ന കാരണം നിറയെ കടകൾ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ടെമ്പററി കടകളാണ്. ഈ 3-4 ദിവസത്തേക്കാണ് ഫുൾ സെറ്റപ്പിൽ റെഡിയാക്കി വെച്ചേക്കാണ് ഷെട്ടിഹള്ളി. പിന്നെ എൻ്റെ സ്ഥലത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും ഇതൊരു ബാംഗ്ലൂരാണ്, അല്ല സിറ്റിക്കകത്താണ്, അല്ലെങ്കിൽ സിറ്റിയിൽ നിന്ന് 15 കിലോമീറ്ററേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാലും ശരിക്കും ഒരു ഗ്രാമപ്രദേശം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ശരിക്കും നാട്ടിലൊക്കെ താമസിക്കുന്ന അതേ ഫീലിൽ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മലയാളീസ് ആണെന്ന് തോന്നുന്നു ഇവിടെ കൂടുതലും. അതിനൊക്കെ നിറയെ വീടുകളൊക്കെ വെച്ച് താമസിക്കുന്ന മലയാളീസ് ആണെന്ന് തോന്നുന്നു. പിന്നെ കോളേജിൽ പഠിക്കാൻ വരുന്ന കുട്ടികളാണെങ്കിൽ എല്ലാം മലയാളീസ് ആണ്, അത് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ കാണുന്ന സ്ഥലമാണ് ഷെട്ടിഹള്ളി ഫെസ്റ്റ് നടക്കുന്നത്. ശരിക്കും എനിക്ക് ഈ ഫെസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിവിടെ വന്നിട്ട് 3 വർഷമായി. അപ്പം എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ നാട്ടിൽ ഒരു ഗ്രാമപ്രദേശം ഉണ്ടല്ലോ, ഇപ്പോൾ കേരളത്തിൽ എൻ്റെതൊരു ഗ്രാമപ്രദേശം, കൊല്ലത്ത് തന്നെ ഒരു ഗ്രാമമാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്രായത്തിലൊക്കെ എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ച് പുറത്തുനിന്നും കഴിക്കത്തില്ല, അല്ലെങ്കിൽ അപ്പം പുറത്തുനിന്ന് സാധനങ്ങൾ അത്യാവശ്യം മാത്രമേ മേടിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കടകളും കുറവായിരുന്നു നമ്മുടെ അവിടെ. അതേ കണക്ക് തന്നെ ബിസിനസ്സും കുറവായിരുന്നു. അതേ കണക്കൊരു ഏരിയ ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് പണ്ടത്തെ നമ്മുടെ നാട്ടിൻ പ്രദേശം പോലെയാണ്. ശരിക്കും പുറത്തൊക്കെ കടകൾ ഒക്കെ തീരെ കുറവാണ്. അതായത് ആൾക്കാർ പുറത്തുനിന്ന് കഴിക്കുന്നത് തീരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഏരിയയിൽ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ അങ്ങനെ ബിസിനസ് കുറവുള്ളൊരു സ്ഥലത്താണ് ഈ ഫെസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത്ര ആൾക്കാരൊക്കെ ഇവിടെ കാണാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഫെസ്റ്റിന് ഇത്ര ആൾക്കാർ വരിക, അതൊക്കെ എനിക്കൊരു അത്ഭുതം പോലെയാണ് തോന്നുന്നത്. ശരിക്കും ഇതൊരു അനുഗ്രഹമാണ് ശരിക്കും, അല്ലെങ്കിൽ ഇതൊരു അടിപൊളി സംഭവമാണ്. കാരണം വേറെ ഒന്നുമില്ല, ബാംഗ്ലൂർ സിറ്റിക്കകത്ത് ഇത്രയും തിരക്ക് കുറഞ്ഞൊരു സ്ഥലം, അല്ലെങ്കിൽ ഇത്രയും പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം വേറെ ഇല്ല കേട്ടോ. അടിപൊളി സ്ഥലമാണ് ശരിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുന്ന അതേ ഫീൽ തന്നെയാണ് കേട്ടോ, ഉള്ളവരല്ല. ഇവിടെ നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യാറില്ല. പിന്നെ കൂടുതലും മലയാളീസൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്ന എല്ലാം മലയാളീസ് ആയതുകൊണ്ടും നമുക്ക് നാട്ടിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നതിൻ്റെ അതൊരു ഫീലൊന്നും ഒരിക്കലും കിട്ടില്ല. ശരിക്കും നമ്മുടെ നാട്ടിലെങ്ങനെയാണ് ജീവിക്കുന്നത് അതേ ഒരു ഇത് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷെട്ടിഹള്ളി, അതായത് എൻ്റെ ഏരിയയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ മഹത്വം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശരിക്കും അവിടെയാണ് ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഫെസ്റ്റ് ഒക്കെ കണ്ടിട്ടുള്ള ഇത് ശരിക്കും എനിക്കൊരു എക്സിബിഷൻ ഫീലാണ്, അതായത് കുഞ്ഞിലെ എക്സിബിഷന് പോകുന്ന ഫീലാണ് അവിടെ കാണുന്ന റൈഡുകളൊക്കെയാണ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നുമില്ല, വേറെ ഒന്നും കൊണ്ടല്ല. വണ്ടർല അങ്ങനെയൊക്കെയുള്ള നിറയെ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കിത് ഇതൊന്നും വലിയൊരു സംഭവമല്ല. എനിക്കെൻ്റെ കുഞ്ഞിലെ ഇതൊക്കെ വലിയൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇതിനൊക്കെയാണ് ആദ്യം പോയത്, പിന്നാണ് വണ്ടർല കാര്യങ്ങളൊക്കെ കണ്ടത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഷെട്ടിഹള്ളി ഫെസ്റ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോയുടെ എത്രയും വേഗം കാണാം. അതുവരെ ബൈ 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 ബൈ.